ഹലോ ഗായ്സ്, അപ്പോൾ റീസെൻ്റ്ലി ഞാൻ എൻ്റെ പ്രഗ്നൻസി ജേർണി വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഡെലിവറി സ്റ്റോറി എക്സ്പീരിയൻസും പ്രഗ്നൻസി എക്സ്പീരിയൻസൊക്കെയാണ് ഞാൻ അതിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ കുട്ടി അതിനകത്ത് കമൻറ്റ് ഇട്ടിരിക്കുന്നതാണ്, ഈ സ്റ്റിച്ചിനെ പറ്റിയിട്ടൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യുമോ ചേച്ചി എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ സ്റ്റിച്ചിനെ പറയുന്നത് എപ്പിസിയോട്ടമി സ്റ്റിച്ച് എന്നാണ്. ഇതെനിക്ക് ഡോക്ടർ ഇട്ട് തന്നത് 3 എണ്ണമാണ് എനിക്കുണ്ടായിരുന്ന സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഡോക്ടർ സ്റ്റിച്ച് ഇട്ട് തരുമ്പോൾ നമുക്ക് അത്രയ്ക്ക് വേദന ഒന്നും ഉണ്ടാവത്തില്ല. കാരണം നമുക്കിതിന് മുന്നേ ഇതിനും നല്ലൊരു വേദന സഹിച്ചിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. സ്റ്റിച്ച് ഇടുന്നത് നമ്മൾ അറിയത്തേ ഇല്ല. 2 വശത്തും ഓരോ ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് ഡോക്ടർ ഇട്ട് തരുന്നത്. ആഫ്റ്റർ 2 hours നമ്മളോട് റെസ്റ്റ് ചെയ്യാൻ പറയും. റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ബേബിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ബേബിയുടെ കയ്യിലേക്ക് തരുമല്ലോ. ബേബീനെ കയ്യിലേക്ക് തരുമ്പോൾ നമുക്ക് കിടന്നുകൊണ്ട് ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇരുന്നാണ് ഞാൻ ഫീഡ് ചെയ്തിട്ടുണ്ടിരുന്നത്. അപ്പോൾ ഇരിക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല. കസേരയിലിരിക്കുമ്പോൾ എനിക്ക് വേദന, ഈ പാഡും അതുപോലെ തന്നെ സ്റ്റിച്ചും കൂടി പ്രസ്സാവുന്ന പെയിൻ, പിന്നെ ബ്ലീഡിങ്, അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ 2 ദിവസം 3 ദിവസം നല്ല ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയറിൽ ഒരു പില്ലോ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് പെയിൻ അറിയില്ലായിരുന്നു. പിന്നെ ടോയ്ലറ്റിൽ നമ്മളെന്തായാലും ഒരു ദിവസം 3 നേരം 4 നേരം പാഡ് മാറും. ഈ ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് 4 നേരം പാഡ് മാറും. അപ്പോൾ ടോയ്ലറ്റിൽ പോകുമ്പോഴത്തേക്ക് എനിക്ക് കഴുകാനൊക്കെ പേടിയായിരുന്നു. അമ്മയാണ് എനിക്ക് കഴുകി തന്നുകൊണ്ടിരുന്നത് വെച്ചത്. അപ്പോൾ എനിക്ക് അമ്മ ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കഴുകി തരുന്നത്. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ലൊരു റിലീഫ് ഉണ്ടാവും കേട്ടോ. ഈ സ്റ്റിച്ചിലേക്ക് ചൂടുവെള്ളം ചെല്ലുമ്പോൾ വേദന അറിയില്ല, നല്ലൊരു സുഖമായിരിക്കും. ഇതൊക്കെ കഴിഞ്ഞ് വീണ്ടും പാഡൊക്കെ ഇട്ട് നമ്മൾ വീണ്ടും കസേരയിലും അല്ലെങ്കിൽ ഇവിടെ കിടക്കുമ്പോഴും നമുക്ക് വീണ്ടും വേദന എടുക്കും. അങ്ങനെയായിരുന്നു ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ്. വീട്ടിൽ വന്നിട്ടുള്ള ആഫ്റ്റർ കെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിയും അമ്മയും ഹസ്ബൻഡും 3 പേരും മാറി മാറി ചെയ്യുമായിരുന്നു എൻ്റെ കേസിൽ. അപ്പോൾ എനിക്ക് എൻ്റെ ആഫ്റ്റർ കെയർ എങ്ങനെയായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുളിക്കാൻ പോകുന്ന സമയത്ത് ഒരു ടബിലില്ലേ, ബാത്ത് ടബിൽ, അതിനകത്ത് ഉപ്പുവെള്ളം, നല്ല ചൂട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അത് പിടിക്കുമായിരുന്നു. ഞാൻ അതിലിരിക്കും കുറച്ച് നേരം. അപ്പം അങ്ങനെ അത് പെട്ടെന്ന് ഹീലാവാനായിട്ട് ഹെൽപ്പ് ചെയ്യും സോൾട്ട്. അപ്പം ഞാൻ അതിലിരിക്കുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. മാത്രമല്ല കുളിക്കുമ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുമായിരുന്നു ഉപ്പുവെള്ളം. നല്ല ഒരു അത്യാവശ്യം ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. നല്ല സുഖമായിട്ട് നമുക്ക് പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ കൂടുതലും അതാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്, സോൾട്ട് വാട്ടർ. അങ്ങനെ അത് യൂസ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂമിൽ പോയിട്ട് ചേച്ചി എനിക്ക് ബീറ്റാഡിൻ ലോഷൻ ഇല്ലേ, അത് യൂസ് ചെയ്ത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യും അവിടെ. അപ്പോൾ അത് ഉണങ്ങി കഴിഞ്ഞിട്ട് ഡോക്ടർ തന്ന മരുന്ന് ഇട്ട് തരുമായിരുന്നു എൻ്റെ കേസിൽ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. അങ്ങനെ ഞാൻ കണ്ടിന്യൂ ഒരു 1 week 2 week ഇത് തന്നെയായിരുന്നു, ഇതേ സെയിം പ്രൊസീജിയർ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഉപ്പുവെള്ളം പിടിക്കും, അത് കഴിഞ്ഞിട്ട് ബീറ്റാഡിൻ ലോഷൻ, അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തരുന്ന മരുന്ന്. ഇങ്ങനെയായിരുന്നു ആഫ്റ്റർ കെയർ ചെയ്തുകൊണ്ടിരുന്നത് വെച്ചത്. ഞാൻ 4 നേരം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഈ 4 നേരം ക്ലീൻ ചെയ്യുമ്പോഴും സോൾട്ട് വാട്ടറും നല്ല ചൂടുള്ള വെള്ളം തന്നെയാണ് ഞാൻ ഒഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇത് ഉണങ്ങാനായിട്ടുള്ള ദിവസം വീക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു 2 ആഴ്ചത്തോളം എടുത്തായിരുന്നു ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് വീക്കൊന്നും അത്ര ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സെക്കൻഡ് വീക്ക് ആകുമ്പോഴത്തേക്കും സ്റ്റിച്ച് പോകുന്നതിൽ നമുക്ക് മരുന്ന് തേക്കുന്നവർക്ക് കാണാൻ പറ്റും എന്തായാലും സ്റ്റിച്ച് പോയിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ എൻ്റെ കേസിൽ ഒരു 2 weeksോളം എടുത്തു സ്റ്റിച്ച് മൊത്തമായിട്ട് പൂർണ്ണമായിട്ട് മാറാനായിട്ട്. ചിലവരുടെ കേസിൽ 1 monthോളം എടുക്കും ഈ സ്റ്റിച്ച് മാറാനായിട്ട്. അപ്പം നമ്മൾ ഉപ്പുവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും ഇൻഫെക്ഷനൊന്നും വരാതെ നല്ല കെയറിങ് ആയിട്ടിരിക്കും. അപ്പോൾ അത് കാരണം സോൾട്ട് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ആഫ്റ്റർ കെയറിൽ നിങ്ങൾ സോൾട്ട് വാട്ടർ തന്നെ യൂസ് ചെയ്താൽ മതി, നല്ലതാണ്. ഇത് നമുക്ക് മാനേജ് ചെയ്യുന്നതിനെ പറ്റിയിട്ട് നോക്കാം. മാനേജ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും നമ്മൾ പുറത്തേക്കൊന്നും യാത്ര ഒന്നും പോകാം, വീട്ടിൽ തന്നെ ആയിരിക്കും. അപ്പോൾ കൂടുതലും ഈ പാഡ് എന്തായാലും നമുക്ക് ബ്ലീഡിങ് ഒരു 28 വരെയും 30 വരെയൊക്കെ നമുക്ക് ബ്ലീഡിങ് എന്തായാലും ഉണ്ടാവും. എനിക്ക് ടോട്ടൽ ബ്ലീഡിങ് ഉണ്ടായിരുന്നത് 51-52 ദിവസങ്ങളിൽ ടോട്ടൽ. എനിക്ക് മൊത്തത്തിൽ ഫസ്റ്റ് ഡേ തൊട്ട് അത്രയും ഡേയ്സ് വരെ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ഞാൻ അത്രയും ദിവസം പാഡും വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഈ സ്റ്റിച്ചിൻ്റെ കൂടെ ഈ പാഡും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ ഈ ചൂടുവെള്ളം ഒഴിക്കുന്നത് കൊണ്ട് നമുക്ക് അത്രയ്ക്ക് വേദന ഒന്നും ഉണ്ടാവത്തില്ല. അപ്പോൾ ആഫ്റ്റർ കെയർ നിങ്ങൾ എന്തായാലും ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നിങ്ങൾ പിടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഹീലായി പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല പോലെ ചൂടുവെള്ളം പിടിച്ചാൽ മതി. അത് എപ്പോഴും കഴുകിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഹീലാവുകയും ചെയ്യും. പിന്നെ ഈ പറഞ്ഞ പോലെ ബീറ്റാഡിൻ ലോഷൻ നല്ലൊരു ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ബീറ്റാഡിൻ ലോഷൻ. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ തന്ന ഏത് മരുന്നാണോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ പഞ്ഞി യൂസ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാര്യം പഞ്ഞി അതിനകത്ത് ഒട്ടിയിരിക്കുകയാണെങ്കിൽ നമുക്ക്
ബുദ്ധിമുട്ടായിരിക്കും. പകരം ഒരു തുണി കിട്ടുമല്ലോ, ആ തുണി വെച്ചിട്ടൊന്ന് ഒപ്പിക്കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അത്രയും കുഴപ്പമുണ്ടാവില്ല. പഞ്ഞിയൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട്. എൻ്റെ കേസിൽ എനിക്ക് ഇൻഫെക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഉണങ്ങിയായിരുന്നു. കാരണം ഞാൻ എപ്പോഴും ചൂടുവെള്ളം ഉപ്പുവെള്ളത്തിൽ പിടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു എൻ്റെ മെയിൻ പരിപാടി. അതുകൊണ്ട് എനിക്ക് വേറെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ് ഗൈസ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇതാണ്, എൻ്റെ എപ്പിസോഡ് ആഫ്റ്റർ കെയറിനെ പറ്റിയിട്ടും ഉള്ള ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെയാണ്. പിന്നെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കമൻറ്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റിൽ അറിയിക്കുക. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോയിൽ കമൻറ്റ് ഇട്ടാൽ മതി. ഞാൻ ഇതേപോലെ ഒരു വീഡിയോ ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.